Watch full episodes on Jio Hotstar. അടിപൊളി പത്ലു ഈ കാറിലേക്ക് വരുമ്പോ തന്നെ നമ്മൾ ആകെ ഒന്ന് ഫ്രഷ് ആകും അല്ലേ? സൂപ്പർ ആയിരിക്കുന്നു. ഒന്ന് പെട്ടെന്ന് ലോഡ് ചെയ്ത് എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ അവന് വിശക്കാൻ തുടങ്ങും. അവന് വിശക്കാൻ തുടങ്ങിയ ഇവിടെ വന്ന് നമ്മുടെ തീ കാടൻ നശിപ്പിച്ച് കളയും. അതെ ചേട്ടാ, ചേട്ടൻ എന്താണ് ഈ പറഞ്ഞത്? ആരാണ് ഈ തീ കാടൻ നശിപ്പിക്കാൻ വരുന്നെന്ന് പറഞ്ഞത്? ആരെ പറ്റിയാണ് ഈ പറഞ്ഞത്? ഈ ട്രക്ക് മുഴുവൻ തീ കയറ്റിയിട്ട് എങ്ങോട്ടാണ് ഈ വിട്ടത്? എന്താണ് ഈ നടക്കുന്നത്? എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ അവിടെ പുതിയതാ, നിങ്ങൾക്കൊന്നും അറിയില്ല. അതൊരു IT മാനാ. അയാൾക്ക് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാ. പിന്നെ അയാൾക്ക് വിശക്കുമ്പോ അയാൾ ഇവിടെ വന്നിട്ട് മുഴുവൻ ടീ ഗാർഡൻ നശിപ്പിച്ചു കളയും. അതുകൊണ്ടാണ് ഞങ്ങൾ ടീ ഗാർഡൻ യൂണിയൻകാർ ഈ കാര്യം ഡിസൈഡ് ചെയ്തത്. ഞങ്ങൾ എല്ലാരും ടീ ഗാർഡൻ ഓണേഴ്സ്. സീസൺ സമയത്ത് 1.5 വിട്ട ദിവസങ്ങളിൽ ഓരോ ട്രക്ക് തേയില വീതം ഞങ്ങൾ അവൻ അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ അവനിങ്ങോട്ട് വരുവുമില്ല, ഞങ്ങളുടെ ടീ ഗാർഡൻ നഷ്ടപ്പെടുകയില്ല. അങ്ങനെ വരുമ്പോ അവന്റെ ഈ ജോലിയും നടക്കും, ഞങ്ങളുടെ ടീ ഗാർഡനും സേഫ് ആയിരിക്കും. അല്ല ചേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുവോ? ഇതൊക്കെ ശരിക്കും ഒരു സിനിമ കഥ പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ടീമാരൊന്നും ഇല്ല എന്നുള്ള കാര്യം ഞാൻ താങ്കൾക്ക് തെളിയിച്ചു തരാം. പൊളിച്ചെടുത്തല്ല. അയാള് പറഞ്ഞ ടീമാൻ ശരിക്കും ഉണ്ടാവോ? താനെന്താ പേടിച്ചു പോയോ? സൂക്ഷിച്ച്. അയ്യോ, ഇതാരാണ്? പിടിച്ചേട്ടാ. അല്ല, ഈ മോട്ടു എവിടേക്കാ പോയത്? മോട്ടു മോട്ടു, നീ ഇത് എവിടേക്കാ പോയത്? എന്താ? എന്നെ ഒരുപാട് തല്ലി, അർജം പുറജം തല്ലി. അവരെന്നെ ഒരുപാട് തല്ലി. മിണ്ടരുത് പറഞ്ഞിട്ടാണ് തല്ലിക്കൊണ്ടിരുന്നത്. എന്റെ മോട്ടു, നീ എന്തൊക്കെയാ പറയുന്നത്? എന്താണെന്ന് അറിയാമോ പതലു? പൊളിച്ചെടുത്തല്ലോ. എന്റെ മോട്ടോ അങ്ങനെയൊക്കെ ആരെങ്കിലും തല്ലിയോ? നിനക്ക് ചെലപ്പോ തോന്നിയതായിരിക്കട്ടാ. നീയും ഇവിടുത്തെ ജനങ്ങളെ പോലെ പേടിച്ചതായിരിക്കും. അത് നിന്നെ അടിച്ചാൽ മാത്രമേ നിനക്ക് അറിയാൻ പറ്റുള്ളൂ. വീണ്ടും ഞാൻ ആ ടീമിനെ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം. ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നമ്മളെ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോന്ന് നമുക്ക് നോക്കിയേ പറ്റൂ. വേഗം വരൂ, നമുക്ക് പോയി നോക്കാം. പോകണോ? പൊളിച്ചെടുത്തല്ലോ മമ്മി. അതെ, ഈ കസിഡാണ് എങ്ങോട്ടാണ് ഈ പോയത്? പൊളിച്ചെടുത്തല്ല. ഒന്നും മിണ്ടല്ലെന്ന് പറഞ്ഞ് തല്ലി ചതച്ചു എന്നെ. എനിക്ക് വയ്യ. എന്റെ അമ്മോ, എന്താ അവൻ നിന്നെയും തല്ലിയോ? അതെ, ആദ്യം എന്നോട് മിണ്ടല്ലേന്ന് പറഞ്ഞു, എന്നിട്ട് ഇങ്ങനെ എന്നെ തല്ലി. ഇപ്പൊ തനിക്ക് മനസ്സിലായോ അവൻ എങ്ങനെയാ അടിക്കുന്നതെന്ന്? അപ്പൊ തീർച്ചയായിട്ടും അവനൊരു കുറ്റവാളിയാണ്. ഒരു കുഴപ്പമില്ല, അവനെ നമ്മളൊരു പാഠം പഠിപ്പിക്കാം. ഇവിടെ വാ. എന്തു പറ്റി? നിനക്ക് അവന്മാരെ പേടിപ്പിക്കാൻ പറ്റിയോ ഇല്ലയോ? അല്ല ബോസ്, അവർ 5 പേരും ഒട്ടും ഭയപ്പെടുന്നില്ലെന്നേ. ഇതുപോലെയാണെങ്കിൽ നമ്മൾക്കൊരു വിലയുണ്ടാവില്ല. തനിക്ക് തടിയുമ്പോ കൊണ്ടായിട്ട് കാര്യമില്ല. നല്ല ധൈര്യത്തോടെ ചെന്ന് പേടിപ്പിക്കാവന്മാരെ. അവന്മാര് പേടിച്ച് ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല. ഇനി അഥവാ അവന്മാര് പേടിച്ചില്ലെങ്കിൽ പിന്നെ ആരും നാളെ പേടിക്കാൻ പോകുന്നില്ല. ഓക്കെ ബോസ്. ചേടാ, എന്റെ ചങ്കേന്റെ ബ്രോ, മോട്ടുവിന്റെ ധൈര്യം ഫെയിൽ ആയിരിക്കുന്നു. ഗസിറ്റാറാമന്റെ 20 കൊല്ലത്തെ അനുഭവം ഫെയിൽ ആയിരിക്കുന്നു. ഇനിയിപ്പൊ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം തോന്നുന്നു.
ദേ കണ്ടില്ലേ, ഇതിന്റെ പേരാണ് സ്ലീപ്പിംഗ് ഗൺ. ഇത് വെച്ച് ഞാൻ ആരെ ഷൂട്ട് ചെയ്താലും അവർ ഉറങ്ങിപ്പോവും. അതിനുശേഷം നിങ്ങൾക്ക് അവരെ കെട്ടിയിട്ട് പോലീസിനെ കയ്യിൽ ഏൽപ്പിക്കാമല്ലോ. ഓക്കെ, ഞാൻ എന്നാ പുറപ്പെടുകയാണ്. അവനെ പിടിച്ചിട്ട് വരാം. അവന്റെ കഥ ഇന്ന് തീർക്കും ഞാൻ. All the best, വലിയേട്ടാ. അവനെന്ന് എവിടെ പോയി? ഇത്രയും പെട്ടെന്ന് എങ്ങോട്ട് എസ്കേപ്പ് ആയത്? എന്തായോ വായടയ്ക്കാൻ പറയുന്നത്? വലിയേട്ടാ, ഞാൻ ഇവനെ വെറുതെ വിടില്ല. മോട്ടു, ഞാൻ അടുത്തുള്ള കടയിൽ പോയി സമൂസ വാങ്ങിയിട്ട് വരാം. അതുവരെ നീ എൻഗേജ് ആയിരുന്നോ? ഓക്കെ ഓക്കെ. മോട്ടു, സോറി. ഇവൻ എന്താ എങ്ങനെ കിടക്കുന്നേ? അവനെങ്ങോട്ട് പോയി? ഓടിപ്പോയോ? പത്തുലു, അത് ആ ട്രക്ക് തന്നെയാണ്. അതിനകത്ത് ആ തേയിലേക്ക് നിറച്ചിട്ട് അത് ആ ടീമാരെ അയച്ചു കൊടുക്കാണ് അവര്. വരൂ, നമുക്ക് അവരെ ഫോളോ ചെയ്യാം. എന്നിട്ട് ആ ടീമാർ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പോകാം. ആ ടീമിന് ഇവിടെ അടുത്തൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആയേക്കാം. കഴിഞ്ഞു. ഇത്രയും പെട്ടെന്ന് എല്ലാ ഇലയും കഴിച്ചു കഴിഞ്ഞോ? ശരി, ഞാൻ പോവുക. അത് ശരി, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്താ നടക്കുന്നതെന്ന് അറിയാതിരിക്കാൻ വേണ്ടി ആ ട്രക്ക് ഒരു പൊസിഷനിൽ നിർത്തുകയാണ്. പുറത്തുനിന്ന് നോക്കുമ്പോ ആ ടീമാൻ ഇല കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല. സത്യം എന്താന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് അതിനുള്ള പണി നോക്കാം. എന്നാ തുടങ്ങിക്കോ. മോട്ടു, ഈ സമോസ കഴിക്ക്, എന്നിട്ട് പണി തുടങ്ങ്. വെരി ഗുഡ് മോട്ടു. അല്ല, ഇവനെ ആരാ തല്ലിയേ? ഞാനാണ് തല്ലിയത്. ഓ, അപ്പൊ നിങ്ങൾ ഇവിടെ തേയില മൊത്തം കണ്ടെയ്നറിനകത്ത് ശേഖരിക്കുകയായിരുന്നു അല്ലേ? പെട്ടെന്ന് പറ, ഇവിടെ എന്താ ഈ നടക്കുന്നത്? അതിപ്പോ നിങ്ങൾ ടീമാനോട് ചോദിച്ചാ മതി എന്താ ഈ നടക്കണേന്ന്. അത് ശരി, അങ്ങനെയാണോ? എങ്കിൽ ടീമാൻ ഇങ്ങോട്ട് വരൂ. ഓയ്, ശബ്ദം ഉണ്ടാക്കി പോയേക്കരുത്. പിടിച്ചോ, ഇത് മതി. അല്ല, ഇയാള് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആളാണല്ലോ. നമ്മുടെ ടീമാനെ ഇടിച്ച് ചമ്മന്തി ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഒന്ന് നിർത്തോ, വെറുതെ ഇനി പറഞ്ഞ് എത്ര പ്രാവശ്യം അടിക്കുക. ഇപ്പൊ പറയൂ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. ഞങ്ങൾ ഇങ്ങനെ തന്നെ ആൾക്കാരെ പേടിപ്പിച്ച് ചുളിവിൽ ഇങ്ങനെ തേയിലകൾ ടീ ഗാർഡൻകാരുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് ഓടിക്കുമായിരുന്നു. ഇതുവരെ നന്നായിട്ട് ഇങ്ങനെ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നിങ്ങൾ ഇപ്പൊ വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു.
ഇവന്മാരെ പിടിച്ച് നല്ല തല്ല് തല്ലണം. എത്ര നാളായിട്ട് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാന്നറിയോ? അതെ, നിങ്ങൾ ഇവരെ തല്ലുവോ ചവിട്ടുവോ കൊല്ലുവോ എന്ത് വേണമെങ്കിൽ ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങള് പോവാണ്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഞങ്ങളെ ഒത്തിരി അധികം സഹായിച്ചിരിക്കുന്നു. നിങ്ങള് സുഖമായിട്ട് ഇവിടെയൊക്കെ നടന്ന് കണ്ടോളൂ. പിന്നെ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങളോട് പറയാൻ മടിക്കണ്ട. ഓക്കെ, അപ്പൊ ഞങ്ങൾ പോവുകയാണ്. ഇതുപോലെ തന്നെ വേറെ ആൾക്കാർക്ക് ഞങ്ങളുടെ ആവശ്യം ഉണ്ടാകുമല്ലോ. മാഡമിനൊരു പൂ വാങ്ങിക്കൊടുക്കും ചേട്ടാ. അടിപൊളിയാണല്ലോ. മേഡം ഈ മണികൾ നോക്കൂ. റെഡി, സ്മൈൽ. ഇല്ല ചേട്ടന്മാരെ, നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്? മാല അഴിച്ചു കൊടുക്കീൻ. ഇത് പിടിച്ചോ. അതെ, വന്നേ, നമുക്ക് ഈ സിറ്റി ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ? പോവാം. അതെ ചേട്ടാ, ഞങ്ങൾ ഈ നാടിനെ ചുറ്റി കളിക്കാമോ? വരൂ വരൂ, ഇരിക്കൂ. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. അതെ ചേട്ടാ, ഞങ്ങൾ ആദ്യം ചേട്ടന്റെ ഓട്ടോയിൽ ഒന്ന് കേറിയിരിക്കട്ടെ. നാടൊക്കെ ചുറ്റി കണ്ടു കഴിയുമ്പോഴത്തേക്കും കാശ് തരാം. എന്തിനാണ് ചേട്ടൻ ഇങ്ങനെ വീണ്ടും വീണ്ടും താങ്ക് യു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ ഓട്ടോറിക്ഷയിൽ ആരും കേറില്ലെന്നേ. ഇവിടെ ഒരു പുതിയ ഓട്ടോറിക്ഷക്കാരൻ വന്നിട്ടുണ്ട്. അവന്റെ അടുത്ത് മൊത്തം 3 ഐഫൈ ഓട്ടോ ഉണ്ട്. അതിൽ AC ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, വേറെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് എനിക്ക് അറിയില്ലെന്നേ. അവന്റെ ഓട്ടോ ഞങ്ങളുടെ ഓട്ടോനേക്കാളും വളരെ രസമായിരിക്കും. അതുകൊണ്ട് ആരും ഞങ്ങളുടെ ഓട്ടോറിക്ഷ കേറുന്നില്ല. ഈ പറഞ്ഞ ശരിയാണ് കേട്ടാ. ഒരു ഓട്ടോ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഓട്ടോ ഇവിടെ വന്ന് നിൽക്കും. എങ്ങനെയാണേലും സവാരി അവരുടെ ഓട്ടോയിൽ കയറൂ. അവന്റെ ഓട്ടോയുടെ സ്പീഡ് എന്തുമാത്രം സ്പീഡാന്നറിയാവോ? സവാരിയെ എടുത്തിട്ട് എത്ര പെട്ടെന്നാണ് സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരണേ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു സവാരിയും കിട്ടാറില്ല. അപ്പൊ അവരുടെ 3 ഓട്ടോയും സവാരി പോയതിനു ശേഷമേ നിങ്ങൾക്ക് ഓട്ടം കിട്ടാറുള്ളൂ അല്ലേ? അപ്പൊ നിങ്ങൾക്കും അതുപോലെ ഈ കാശൊക്കെ മുടക്കിയിട്ട് ഓട്ടോ അതുപോലെ റെഡിയാക്കി കൂടെ? അപ്പൊ പിന്നെ ഓട്ടം കിട്ടുമല്ലോ ചേട്ടാ. അത് പിന്നെ ആ സമയത്ത് ഞങ്ങളുടെ ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ആവുക പോലും ഇല്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നേ ഇല്ല. പിന്നെ അതുപോലത്തെ ഒരു ഓട്ടോറിക്ഷ റെഡിയാക്കാൻ ഞങ്ങളുടെ അടുത്ത് ഒരു കാശ് പോലും ഇല്ല. ഓട്ടോ സ്റ്റാർട്ട് ആവണില്ലെന്നോ? അപ്പൊ ഇതിലെന്തോ പ്രശ്നം ഉണ്ടല്ലോ. അവരെന്തോ ചീറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഒന്നും മനസ്സിലാവണില്ല. 3-4 ദിവസമായിട്ട് ഞങ്ങൾക്ക് യാത്രക്കാരും ഇല്ല. ഇവരെ കണ്ടില്ലേ? ഇവരും കോട്ടക്കാരാണ്. ഇവരും കുറെ ദിവസമായിട്ട് യാത്രക്കാരെ കിട്ടാതിരിക്കുക. അത് ശരി, എനിക്ക് ആ ഓട്ടക്കാരൊന്ന് കാണണം. ഞാൻ കാണിച്ചു കൊടുക്കാം എന്താ നടക്കാൻ പോകുന്നത്. അങ്ങോട്ട് നോക്കൂ, ദേ വരുന്നു. ഓട്ടോക്കാരാ, ഇതാരാ? ജോൺ, നീ ഓട്ടോ ഓടിച്ച് കാശ് സമ്പാദിച്ചോളൂ. പക്ഷെ അതിനൊരു കുഴപ്പമില്ല. നീ എന്തിനാണ് മറ്റുള്ള ഓട്ടോറിക്ഷകളുടെ എഞ്ചിൻ ജാമാക്കുന്നത്? അത് ചീറ്റിംഗ് ആണ്. ഇങ്ങനെ ചീറ്റ് ചെയ്താൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. അയ്യോ, ഇവന്മാര് വീണ്ടും വന്നു എന്റെ ജീവിതത്തിലേക്ക്. ഇവന്മാരുടെ കൂടെ പ്രശ്നവും ചേർന്ന് വരുമല്ലോ. ഞാൻ ഇവിടെ ചീറ്റിംഗ് ഒന്നല്ല ചെയ്യുന്നത്. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ പറ്റുമോ അതൊക്കെ ചെയ്തു നോക്ക്. പൊളിച്ചെടുത്തല്ലോ. അതെ ചിങ്കം സാറേ, ഈ ജോണിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ നിയമ പുസ്തകത്തിൽ വേറെ വഴികളൊന്നും ഇല്ലേ? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്യാം. നോക്കട്ടെ. അത്തരം വഴികളൊന്നും കാണുന്നില്ല. കാരണം ഇവൻ നേർവഴിയിലാണോ ഓട്ടോ ഓട്ടുന്നത്? ഇവൻ മറ്റുള്ള ഓട്ടോന്റെ ഇഞ്ചിൻ നശിപ്പിക്കുന്നതിന്റെ തെളിവ് നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ. തപ്പി നോക്ക്, നല്ലോണം തപ്പി നോക്ക്. പക്ഷെ ഞാൻ ഇവിടുന്ന് പോകാൻ പോവാ. എന്റെ അടുത്ത റൈഡിന് സമയമായി. ബൈ ബൈ ബൈ. ചേട്ടാ പോവല്ലേ? പോകാലോ. കണ്ടില്ലേ ചേട്ടന്മാരെ, ഈ ഓട്ടോ ഇപ്പൊ സ്റ്റാർട്ട് ആവണമില്ല.
ഡോക്ടർ ജഡ്ക ഇതിലെന്തോ പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്കെന്നേ. ദേ ഞാൻ ഇപ്പൊ തന്നെ നോക്കാമല്ലോ. ഇവിടെ എന്താ സംഭവിക്കുന്നേ? ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ എന്തോ ഒരു ഗാഡ്ജറ്റ് വെച്ച് ഇതിനൊക്കെ ആരോ കൺട്രോൾ ചെയ്തോണ്ടിരിക്കുക. ദേ കണ്ടില്ലേ, അത് അവിടെ ടെറസിലുണ്ട്. വാ നമുക്ക് എല്ലാവർക്കും പോയി നോക്കാം. വരൂ വരൂ. എന്റെ അമ്മോ, come on, let's go. അല്ല, ഇത് മൂട്ടുപ്പത്തിലുമാണ്. ദൈവമേ, ഇങ്ങോട്ടാണല്ലോ വരുന്നത്. എടാ ജോണ, നീ എവിടെയാണ് എന്നെ കൊണ്ട് പെടുത്തിയത്? അല്ല, ഓടിക്കോ ഇവിടുന്ന്. വേഗം വരൂ. നമ്മൾ ടെറസിലേക്ക് എത്തി. പക്ഷെ എന്റെ ചങ്കേന്റെ ബ്രോ ഇവിടെ ആരും തന്നെ ഇല്ലല്ലോ. ഒരു പ്രശ്നമില്ല ഡോക്ടർ ജഡ്ക. അവരുടെ ഓട്ടോയെ പോലെ നിങ്ങൾക്ക് ഒരു ഓട്ടോ ഉണ്ടാക്കാൻ പറ്റില്ലേ? അത് അവരുടെ ഓട്ടോയെക്കാളും സ്പീഡിൽ പോവണം. അതെ വലിയേട്ട പറക്കുന്ന ഒരു ഓട്ടോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്ക്. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, നിങ്ങളൊക്കെ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? ഇങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ഒക്കെയാണ് തരുന്നേ. ശരി, കുഴപ്പമില്ല, ഞാനൊന്ന് നോക്കട്ടെ. അത് അടിപൊളിയായിരിക്കും. വരൂ. അതെ, ഓട്ടോക്കാരൻ ചേട്ടാ ഇങ്ങോട്ട് വന്നട്ടെ. ചേട്ടന്റെ ഓട്ടോയിൽ ഞങ്ങൾ കുറച്ച് പണികളൊക്കെ ചെയ്യാൻ പോവാണ്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ എന്റെ അടുത്ത് തരാൻ ഒരു കാശ് പോലും ഇല്ല. അതെ, ഞങ്ങൾക്ക് പൈസയുടെ ആവശ്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശരി. എങ്കിൽ പിന്നെ വലിയേട്ടാ പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. റെഡിയായല്ലോ പറക്കുന്ന ഓട്ടോ. അടിപൊളിയാണല്ലോ. നിങ്ങൾ എന്താ മാന്ത്രികനാണോ? സാധാരണ എന്റെ ഓട്ടോറിക്ഷനെ നിങ്ങൾ അത്ഭുതമാക്കിയല്ലോ. നിങ്ങൾ കൊള്ളാം. ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ, ഞങ്ങൾക്ക് ഈ ഹൈദരാബാദ് ഒന്ന് ചുറ്റി കാണിക്കുന്നേ. അതിന് എത്ര ചെലവാണെങ്കിലും ഞങ്ങളത് തരാം. നിങ്ങൾ എന്താ സാർ ഇങ്ങനെ പറയുന്നേ? വന്നിരിക്കുന്നേ. എന്റെ സാധാരണ ഓട്ടോറിക്ഷനെ സ്പെഷ്യൽ ഓട്ടോറിക്ഷ ആക്കിയില്ലേ? നിങ്ങളുടെ അടുത്ത് കാശ് ചോദിക്കോ ഞാന്? ശരി, വരൂ കേറുന്നേ. എന്നാ പോവല്ലേ? അയ്യോ, അപ്പൊ ഞാനോ? അപ്പൊ ഞാനോ? ചേട്ടാ എന്റെ ചങ്കേന്റെ ബ്രോ ഒന്ന് നിക്ക്. അതെ, ഡോക്ടർ ജഡ്ക എവിടെ? മോട്ടു, നമുക്ക് ഈ നാട് ചുറ്റി കണ്ടാലോ? അത് കണ്ടില്ല, പറക്കണ ഓട്ടോ. മമ്മി അതാ നോക്കൂ, പറക്കുന്ന ഓട്ടോ. ഇതെന്തായത്? ഓട്ടോ പറക്കുന്നല്ലോ. നമുക്ക് ആ ഓട്ടോറിക്ഷയിലും പോണോട്ടോ. ആ ഡോക്ടർ ജഡ്ക പറക്കുന്ന ഓട്ടോ ഉണ്ടാക്കിയിരിക്കുക. ഇങ്ങനെ വിട്ട ഇവര് നമ്മുടെ പണിക്ക് എൻഡ് കാർഡ് ഇടും. അല്ല നിക്ക്, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കട്ടെ. അടിപൊളി. ഇത്രയും മോളിന്ന് കാണുമ്പോ ഹൈദരാബാദ് നല്ല ഭംഗിയുണ്ട് അല്ലേ ചിങ്കം സാർ? ശരിക്കും അടിപൊളി. കണ്ടില്ലേ പറക്കുന്ന ഓട്ടോ? അത് കണ്ടില്ലേ ഓട്ടോറിക്ഷ പറക്കുന്നത്? നിങ്ങളൊക്കെ ചുറ്റി കണ്ടിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിക്കാം. ഓക്കേ വലിയേട്ടാ. ഇത് നോക്ക്, ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന്. ഓഹോ, അടിപൊളി അടിപൊളി. ഇതെന്തോ? ഇതെന്തോ ഒരു സ്ഥലത്ത് തന്നെ കിടന്ന് വട്ടം കറങ്ങുന്നത്. അല്ല, ഇത് ചേട്ടാ എന്തായി സംഭവിക്കണേ? എനിക്ക് തോന്നുന്നു പറക്കുന്ന ഓട്ടോ കേടായെന്നാ. എനിക്ക് പോകണ്ട, എനിക്ക് ഞാൻ ഇതുപോലത്തെ ഒരു ഓട്ടോറിക്ഷയിൽ പോവുകയില്ല. എല്ലാവരും പുറത്തേക്ക് വരൂ. ആദ്യം ഓട്ടോ താഴെ ഇറക്ക. അയ്യോ, സാർ, എന്നോട് ക്ഷമിച്ചേക്കൂ. നിങ്ങൾ എന്നെ സഹായിക്കാനാ നോക്കിയത്. പക്ഷെ എനിക്ക് ഈ പറക്കുന്ന ഓട്ടോറിക്ഷ ഒന്നും വേണ്ട. എന്റെ ഓട്ടോറിക്ഷ തറയിൽ മാത്രം പോയാൽ മതി, പറക്കൊന്നും വേണ്ട. അതെ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ചേട്ടാ. അടുത്ത റൗണ്ടിൽ ഉറപ്പായിട്ട് ഓട്ടോ റെഡിയാകും. പെട്ടെന്ന് പറയൂ, ആരാണ് വരുന്നത്? ആരാണ് കയറുന്നത്? ആരാണ് വരുന്നത്? വരൂ, ഈ ഓട്ടോയിലേക്ക് വരൂ, വന്ന് കേറൂ. അടിപൊളി ഓട്ടോ. ഡോക്ടർ ജഡ്ക, ഇത് ഗാഡ്ജറ്റ്സിന്റെ കളികളാണ്. നമുക്ക് ഈ ജോണിനെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാകൂ. നിങ്ങൾ വേഗം നിങ്ങളുടെ ജോലി നോക്കൂ. ബൈ ബൈ മോട്ടു പറ്റ്ലു. അത്രയല്ലോ, പണി തീർന്നു.
ഇവിടെ എന്ത് പറ്റിയാണ് നമ്മുടെ ഓട്ടോയ്ക്ക്? എന്താ സംഭവിക്കുന്നേ? ആ എന്റെ മേ ഈ ഓട്ടോ യൂസ്ലെസ് ആണ് ചേട്ടാ, ഞങ്ങൾ ഇതിലിരിക്കില്ല. അത് ശരി, ആ ജോണിന്റെ സയന്റിസ്റ്റിന്റെ പണിയാണോ ഇതൊക്കെ? അയാൾക്ക് ഞാനിപ്പോ കാണിച്ചു കൊടുക്കാം. അല്ല, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? ഇല്ല, ഇല്ല, വരൂ. ഇല്ല, പറ്റില്ലോ ഇല്ല. എന്നോട് ജോണാ ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞേ. വരാനാ പറഞ്ഞേ. വിടാൻ പോരെ. ഇയാളാണ് വൈറസ് സയന്റിസ്റ്റ്. ഇയാളാണ് നിങ്ങളുടെ ഓട്ടോയുടെ എഞ്ചിനെല്ലാം വൈറസ് കയറ്റി തകരാറിലാക്കിയിരിക്കുന്നത്. എങ്കിൽ മാത്രമല്ല ഇവർക്ക് വരുന്ന സവാരിയെല്ലാം ജോണിന് കിട്ടുകയുള്ളൂ. അല്ല, ഞാനൊന്നും ചെയ്തില്ല. ജോണാൻ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചേ. ഓടിക്കോടാ, രക്ഷപ്പെടേ. എങ്ങോട്ടാ പോകുന്നേ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഇവർക്കുള്ള പണി കൊടുത്തേക്ക്. ഇവന്മാരെയൊക്കെ ഒന്ന് വെറുതെ വിടാൻ പാടില്ല. ഞങ്ങളെ വീട്ടേക്ക് വേണ്ട. അതെ, ഒന്ന് നിർത്ത്. വല്ലേട്ടാ, ഇതാ. ഇപ്പൊ എങ്ങനെയുണ്ട് ജോൺ? നല്ല രസമുണ്ടല്ലേ? വേണ്ട, എന്റെ അമ്മ. Watch India's largest kids library only on Jio Hotstar. Download the app now.